കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് വളരെ വിശദമായിട്ടുള്ള ഒരു ഉത്തരവിലൂടെയാണ്. അങ്ങനെ ഒരു ഉത്തരവ് വന്നതിന് ശേഷവും ഒരു കുറ്റാരോപിതനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിലേക്ക് ഇതിന്റെ അപ്പീൽ നടപടിക്രമങ്ങളുമായി പോകുവാനുള്ള അവകാശമുണ്ട്. ഹൈക്കോടതി ഈ ഉത്തരവിലെ ശരിതെറ്റുകളെ പരിശോധിച്ചിട്ട് ഹൈക്കോടതി പോലീസ് കസ്റ്റഡിയിൽ പോകാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ ഹൈക്കോടതി അതിൽ അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനമെടുക്കും. അതൊക്കെ നിയമപരമായിട്ട് ഒരു കുറ്റാരോപിതന് അവൈലബിൾ ആയിട്ടുള്ള അവകാശങ്ങളുടെ ഭാഗമാണ്. പക്ഷേ ഈ വിചാരണ കോടതിയുടെ ഇപ്പോ ഉത്തരവ് എന്ന് പറയുന്നത് വളരെ സുചിന്തിതമായും വിശദമായിട്ടുള്ള ഒരു ഉത്തരവാണ്. അതിനകത്ത് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുക എന്നതല്ല ഏറ്റവും കാതലായ വിഷയം. അതല്ല പ്രൊവിഷനായിട്ട് ഇൻവോക്ക് ചെയ്തിട്ടുള്ളത്, ആരോപണമായിട്ട് നിയമത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ ബലാത്സംഗം എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, നിർബന്ധിച്ച് ഒരു യുവതിയുടെ സമ്മതമില്ലാതെ ഗർഭഛിദ്രം നടത്തുക, അത് സംബന്ധിച്ചിട്ടുള്ള മെറ്റീരിയൽസ് കോടതിയുടെ റെക്കോർഡിൽ വന്നിട്ടുണ്ട്. അത് കൂടെ പരിശോധിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, പറഞ്ഞു കേട്ടതനുസരിച്ച് അതിനകത്ത് കേസ് ഡയറി ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അനുസരിച്ചല്ലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇദ്ദേഹം സംസ്ഥാനത്തിന് പുറത്തു നിന്ന് അത് കോടതി ഉത്തരവിലും പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പുറത്തു നിന്ന് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിച്ചുകൂടാത്ത അപകട സാധ്യതയുള്ള ഒരു മരുന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തു വഴി കാറിൽ ഇത് അഡ്മിനിസ്റ്റർ ചെയ്തു. എന്ന് മാത്രമല്ല, വീഡിയോ കോളിൽ വരികയുണ്ടായി. അതൊക്കെ അസ്വാഭാവികതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതൊരു വ്യക്തി അവരുടെ സ്വമനസാലയുള്ള ഒരു തീരുമാനപ്രകാരം ഒരു മരുന്ന് വാങ്ങി അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നാടകീയതയുടെ ആവശ്യമില്ല. വീഡിയോ കോളിൽ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അനുബന്ധമായിട്ടുള്ള മെറ്റീരിയൽസ്, ഇപ്പം കോൾ റെക്കോർഡ് ആയിരിക്കണമെന്നില്ല, വാട്സപ്പ് കോളിൽ അല്ലെങ്കിൽ അങ്ങനെ ഏത് മാധ്യമം വഴിയാണോ വീഡിയോ കോളിൽ വന്നത് അതൊക്കെ കോടതി പരിശോധിച്ചിട്ടുണ്ടാകാം. എന്നിട്ട് കോടതി അവസാനം പറയുന്നത് വളരെ അദ്ദേഹത്തിന്റെ പ്രഥമദൃഷ്ടിയായി ഈ ഒരു ഒഫൻസിൽ അദ്ദേഹം ഇൻവോൾവ് ആണ് എന്നുള്ളതിന്റെ തെളിവുകൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കും, അന്വേഷണം തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടാകും എന്നതൊക്കെ കരുതിയാണ് വിശദമായിട്ടുള്ള ഒരു ഉത്തരവ് പാസ്സാക്കിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ രണ്ടാമത് രജിസ്റ്റർ ചെയ്ത FIR-നെ കുറിച്ചും പ്രകടമായി ഇതിൽ പറയുന്നുണ്ട്. അതുകൂടാതെ പറയുന്നുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു പക തീർക്കാൻ വേണ്ടിയുള്ളതാണ് എന്നൊരു ആരോപണം ഉയർന്നെങ്കിലും അതിനുള്ള സാധ്യത പരിശോധിക്കുകയുണ്ടായി. പക്ഷേ മെറ്റീരിയൽസ്, കോടതിയുടെ മുമ്പിലുള്ള മെറ്റീരിയൽസ് പ്രഥമദൃഷ്ടിയ ഈ ഒഫൻസിൽ അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് വ്യക്തമാക്കുന്നതാണ്, അതിന്റെ സൂചന നൽകുന്നതാണ് എന്ന് കണ്ടുകൊണ്ട് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചിരിക്കുന്നത്. ഇനി ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഈ ഉത്തരവിന്റെ ശരിതെറ്റുകളായിരിക്കും അവിടെ പരിശോധിക്കപ്പെടുന്നത്. ഇനി അതിനു മുമ്പ് അറസ്റ്റിലാകുമോ എന്നറിയില്ല. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ടാവും. എന്തായാലും വളരെ സാധ്യതയും പ്രതീക്ഷയും ഒക്കെ ഉയർത്തിയ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു ഒഫൻസിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ള വളരെ ദുരന്തപൂർണമായിട്ടുള്ള ഒരു പതനമാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ നേതാക്കന്മാർ മാതൃകയായിരിക്കേണ്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ഒഫൻസിൽ കുറ്റാരോപിതനായി അതിനു പുറകെ വീണ്ടും വീണ്ടും FIR വരികയുണ്ടായി. നിരവധി ആൾക്കാർ ഇത്തരത്തിലുള്ള ആശങ്കകളും അനുഭവങ്ങളും പബ്ലിക് സ്പേസിൽ പങ്കുവെക്കുന്ന ഒരു അവസരമുണ്ടായി. ഇതൊക്കെ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള, ഒഴിവാക്കാനൊക്കാത്ത അനിവാര്യമായിട്ടുള്ള പതനത്തിലേക്കാണ് ചൂണ്ടുന്നത്. അതിന്ന് ഒരു ഉത്തരവിലൂടെ സംഭവിച്ചു എന്നത് മാത്രം.